പ്രിയദർശിനി യാത്രക്കാർക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. KSRTC ചലോ ആപ്പിൽ പുതിയ ഫീഡ്ബാക്ക് സംവിധാനം. പ്രിയദർശിനി യാത്രക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കാൻ ഒരുങ്ങി KSRTC. യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അധികൃതർ KSRTC ചലോ മൊബൈൽ ആപ്പിൽ പുതിയ ഫീഡ്ബാക്ക് റേറ്റിംഗ് സംവിധാനം ആരംഭിച്ചു. യാത്രക്കാർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ നടപ്പാക്കാനാണ് KSRTC ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. യാത്രയുടെ സുരക്ഷ, സമയനിഷ്ഠ, ബസ്സിലെ സൗകര്യങ്ങൾ, ശുചിത്വം, ജീവനക്കാരുടെ പെരുമാറ്റം, യാത്രാ സൗകര്യം തുടങ്ങിയ വിവിധ ഘടകങ്ങൾക്ക് ആപ്പിൽ റേറ്റിംഗ് നൽകാനാകും. ഇതോടൊപ്പം യാത്രക്കാർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താം. ഇത്തരത്തിൽ ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ ശേഖരിച്ച ശേഷം KSRTC വിശകലനം ചെയ്യും. ഓരോ സർവീസിന്റെയും പ്രകടനം, ജീവനക്കാരുടെ സേവന മികവ്, യാത്രക്കാരുടെ അതൃപ്തി എന്നിവ വിലയിരുത്തുന്നതിനും മികച്ച സേവനം നൽകുന്ന ജീവനക്കാരെയും സർവീസുകളെയും തിരിച്ചറിയുന്നതിനും ഈ വിവരങ്ങൾ സഹായിക്കും. തിരുവനന്തപുരത്ത് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്തു സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിൽ നിന്നും നാട്ടിലെത്തിയ ആൾക്കാണ് രോഗം. നേരത്തെ വിവിധ രാജ്യങ്ങളിൽ മങ്കി പോക്സ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്ന സാഹചര്യത്തെ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിൽ ആഗോള അടിയന്തരാവസ്ഥയില്ല. 2024 സെപ്റ്റംബറിൽ മലപ്പുറം എടവണ്ണയിൽ UAE-യിൽ നിന്നെത്തിയ 38-കാരന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് അഥവാ വാനരവസൂരി. രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വാനരവസൂരി പകരാം. അണ്ണാൻ, എലികൾ, വിവിധ ഇനം കുരങ്ങുകൾ എന്നിവയിൽ ഉൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ വാനരവസൂരി വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധിത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആലുവയിൽ പ്രീ സ്കൂളിന്റെ ഗേറ്റിലൂടെ ഓടിയിറങ്ങിയ കുട്ടിയെ മിനി ലോറി ഡ്രൈവർ രക്ഷിച്ചു. ഇന്ന് രാവിലെ 10:30 ആലുവ എടയപ്പുറം റോഡിലാണ് സംഭവം. 2.5 വയസ്സുകാരന് തിരക്കേറിയ റോഡിലേക്ക് ഓടിയിറങ്ങിയത്. റോഡിലേക്ക് ഓടിയെത്തിയ കുട്ടിയെ ലോറി ഡ്രൈവർ ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ ഹോണടിച്ച് വണ്ടി നിർത്തിയ ശേഷം രക്ഷിക്കുകയുമായിരുന്നു. സ്കൂളിൽ പെയിന്റിംഗ് പണി നടക്കുന്നതിനാലാണ് ഗേറ്റ് തുറന്നിട്ടിരുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പൂർണ്ണമായി പിന്മാറണമെന്ന് റസാഖ് പാലാരി. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ മെനഞ്ഞെടുത്ത PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പൂർണ്ണമായി പിന്മാറണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. ഇതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് UDF സർക്കാർ പ്രവേശിക്കണം. മന്ത്രിസഭാ ഉപസമിതിയെ ഇതിനാണ് നിയോഗിക്കേണ്ടത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഹിന്ദുത്വ ആശയങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് കുത്തിനിറയ്ക്കാനാണ് BJP ഭരണകൂടം ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികളും നയങ്ങളുമാണ് മോദി സർക്കാർ നടപ്പാക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള പൈലറ്റ് പദ്ധതിയാണ് PM ശ്രീ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടരുതെന്നും റസാഖ് പാലേരി പറഞ്ഞു. ലോകകപ്പ് മത്സര സമയത്ത് ലോഡ് ഷെഡിംഗ്. KSEB ഓഫീസിന് മുന്നിൽ ഫുട്ബോൾ തട്ടി DYFI പ്രതിഷേധം. ലോകകപ്പ് മത്സര സമയത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കോഴിക്കോട് കല്ലാച്ചി KSEB ഓഫീസിന് മുന്നിൽ ഫുട്ബോൾ തട്ടി പ്രതിഷേധിച്ച DYFI പ്രവർത്തകർ. DYFI നാദാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. കണ്ണൂരിൽ ശ്രീകണ്ഠാപുരം KSEB ഓഫീസിലേക്കും DYFI പ്രതിഷേധം നടത്തി. KSEB ഓഫീസിൽ വിഷറിയും മെഴുകുതിരിയും വിതരണം ചെയ്ത യൂത്ത് കോൺഗ്രസിന് മൗനമെന്ന് കളിയാക്കിയായിരുന്നു പ്രതിഷേധം. ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ KSEB ഓഫീസിലേക്കും DYFI പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ജൂൺ 16 തുടങ്ങിയ വൈദ്യുതി നിയന്ത്രണം ഈ മാസം 30 വരെ തുടർന്നേക്കും. 15 മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും ചെയർമാൻ ഡോക്ടർ MG രാജമാണിക്യവും പങ്കെടുത്ത യോഗം അനുമതി നൽകിയതായി KSEB അറിയിച്ചു.